ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് LDFനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ LDFിൻ്റെ ഭാവി ചൂണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ CPMൻ്റെയും പിണറായിയുടെയും ഭാവി ഇനി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? ഫലം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫലം എന്ന് പറഞ്ഞാൽ BJP, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ BJP ആണ് അതിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. നിർണായകം എന്ന് പറയുന്നത് വലിയ ശക്തിയാണെന്നല്ല, ഇറ്റ് ക്യാൻ ബി എ ഗെയിം ചേഞ്ചർ ആവാൻ പറ്റും. അതിൽ ഇവിടെ നിലമ്പൂരിലുള്ള 45% വോട്ടുകളുടെ 7% വോട്ടിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുക BJP ആയിരിക്കും സ്ഥാനാർത്ഥി. സാധാരണ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ആ 7% കിട്ടുമല്ലോ. അപ്പോൾ പ്രഗത്ഭനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ, മണ്ഡലത്തിൽ ആവേശം ഉണർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കുറച്ചും കൂടി മുകളിലേക്ക് വരും. 5% ഉയർന്ന് 12% വരാം. അതിനെ ആശ്രയിച്ചാണ് ഫലം ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയൊന്നുമല്ല, അതിശയോക്തിയുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസിഷൻ ടേക്കൺ ബൈ BJP ഓർ NDA. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ LDFന് ജയിച്ചു പോകാം. പിണറായി വിജയൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ലെജൻഡാണെന്നുള്ള ഡോക്യുമെൻ്ററികൾ ഇനിയും കൂടുതൽ വരാം. അമ്മയുടെ പേര് തെറ്റിക്കായിരുന്നാൽ മതി. കൂടുതലായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഡോക്യുമെൻ്ററികൾ വരാം. അദ്ദേഹത്തെ ഒരു ലെജൻഡായിട്ടും മറ്റും ഒക്കെ. ഇനി ഏത് വിധാനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്? പിണറായി വിജയൻ ഇപ്പം തന്നെ ഒരു സ്റ്റാലിൻ്റെ വിധാനത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനും അപ്പുറത്താരാണ് എന്നുള്ള ആ ഒരു വിധാനത്തിലേക്ക്, പോൾപോട്ടാണോ ഇനി മറ്റാരെങ്കിലും ആണോ ഒന്നും അറിയില്ല, ആ ഒരു വിധാനത്തിലേക്ക് ഈ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയവും സഖാക്കളും കൊണ്ടുപോകുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിലമ്പൂർ പിടിച്ചാൽ പിടികിട്ടാത്ത ഒരാളായിട്ട് പിണറായി വിജയൻ മാറും, സംശയമില്ല. പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെയും ഉണ്ട് ചില റിബലുകൾ, ചില VV അൻവർമാരും അതുപോലെ തന്നെ ചില A. സുധാകരന്മാരും ഒക്കെ CPMലും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ പാർട്ടിയുടെ ഘടനയനുസരിച്ച്, ചട്ടക്കൂടനുസരിച്ച് ഒരാൾക്കും ഒരു വാക്ക് പോലും പ്രതികരിച്ച് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് MV രാഘവന് സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ PV അൻവറിന് സംഭവിച്ചതുപോലെ, പാർട്ടിക്കാരനാണെന്നല്ല പറഞ്ഞത്, അടക്കത്തിൻ്റെ പടവാൾ അതിശക്തമാണ്. കോൺഗ്രസിനെ പോലെ അല്ല. എന്തഭിപ്രായം പറയാനും വിഴുപ്പലക്കാനും സ്വാതന്ത്ര്യമില്ല. പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയായിരിക്കും. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് പലരും അഭിപ്രായം പറയാൻ മടിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ PV അൻവർ ഒരു കാലത്ത് പിണറായി വിജയൻ്റെ മരുമോനിസത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ടും, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിച്ചുകൊണ്ടും, പോലീസിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെ ധാരാളമായിട്ട് വായ്ത്താരികൾ പൊഴിച്ചപ്പോഴും ഒപ്പം നിന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ട കാരാട്ട് റസാക്കും അതുപോലെ തന്നെ KT ജലീലും ആദ്യമൊക്കെ അനുഭാവം കാണിച്ചെങ്കിലും അവർ പിന്മാറി. പാർട്ടിയുടെ ചട്ടക്കൂട്ടിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. ഭയമുണ്ട്. അത്രമാത്രം ഭയപ്പെടുത്തുന്ന ഒരു ചട്ടക്കൂടാണ്, ഇരുമ്പ് മറയാണ് ഇങ്ങനെ ഉള്ളത്. ഉരുക്കു മുഷ്ടികളാണ് പിണറായി വിജയനുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അസത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എതിരഭിപ്രായം പറയുക എന്നുള്ളത്. പക്ഷേ ഇതിനെതിരെയും പ്രതികരിക്കുന്നുണ്ട്. അതിനകത്ത് 2 പേര് പ്രമുഖമായിട്ട്. ഒന്ന് ഈ രാജീവ് എന്ന് പറയുന്നത് മന്ത്രിയായിട്ട് വന്നത് പിണറായി വിജയൻ്റെ ഇഷ്ടപ്രകാരമല്ല. അങ്ങനെയല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു റിബൽ ആണ്. റിബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ് റിബലിൻ്റെ ആ വിധാനത്തിലല്ല. അതുപോലെ തന്നെ MP രാജേഷ് വളരെ അസ്വസ്ഥനാണ്. MP രാജേഷിനെ ഈ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിലും ഒന്നും അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സമയം കഴിഞ്ഞിരിക്കുക, ഡ്യൂ ആയിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. ആകെ ആശ്വാസമുള്ളത് മുഹമ്മദ് റിയാസിനും അത് കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി ക്രെഡിറ്റ് കേന്ദ്രത്തിനാണ്. എങ്കിൽ ഈ ക്രെഡിറ്റ് സംസ്ഥാനം അവകാശപ്പെട്ടപ്പോൾ അത് മുഹമ്മദ് റിയാസിന് കൊടുത്തു. അങ്ങനെ അൺഡ്യൂ ആയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ മുഹമ്മദ് റിയാസിന് തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട്ടും കിട്ടുന്നുണ്ട്. ഇതിനെ എതിർത്ത ഒരാളാണ് CITUവിൻ്റെ നേതാവായിട്ടുള്ള CITU സെക്രട്ടറി എളമരം കരീം. ആ എളമരം കരീമിനെ എതിർക്കുന്ന ആളാണ് A. പ്രദീപ് കുമാർ, കോഴിക്കോട്ട് എതിർത്തിരുന്ന ആളുമാണ്. അതുകൊണ്ടാണ് ഈ A. പ്രദീപ് കുമാറിനെ
AK രാഗേഷിന് പകരം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. വളരെ ശക്തമാണ്, തന്ത്രപൂർവ്വമാണ് കരുക്കൾ പിണറായി വിജയൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇളമരം കരീം എന്ന് പറയുന്ന ആ മുഹമ്മദ് റിയാസിൻ്റെ ശത്രുക്കളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക. പണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം തൻ്റെ ശത്രുക്കളെയാണ് ഒതുക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ശത്രുക്കളെയാണ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും വിഷണ്ണരാണ് MP രാജേഷും P രാജയും. പക്ഷെ അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തു. MP രാജേഷ് ഇവിടുത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. അതാണ് ഒരു ഇൻഡിക്കേറ്റർ. അവരല്ലാതെ വാഗൊണ്ടൊന്നും പറയില്ല പിണറായി വിജയനെതിരെ, ഇൻഡിക്കേറ്റർ. പക്ഷെ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ ചാടിപ്പോയി. അതിന് വെച്ച പരിപ്പങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇപ്പം ഇനിയിപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഇപ്പം 6 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അപ്പം ഇതൊക്കെ ഇവരുടെ ഉള്ളിലുള്ള ഈ പൊക്കഞ്ഞിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളൊക്കെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പൊട്ടിക്കില്ലേ? കാരണം ആരെയൊക്കെ നിർത്തുന്നു, എങ്ങനെയൊക്കെ നിർത്തുന്നു, ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഇതൊക്കെ പിണറായിയുടെ കൈകളിലൂടെ പോകുന്നതാണ്. സ്വാഭാവികമായിട്ട് MA ബേബിക്കോ ഗോവിന്ദൻ മാഷിനോ ഒന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. അപ്പൊ ഇത്തരത്തിൽ അവിടെ അതെ, അപ്പം വീണ്ടും അവിടെ ഒരു പ്രശ്നം പാർട്ടിയിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. ഈ പറഞ്ഞോണ്ട് നമ്മൾ കോൺഗ്രസിൽ അടിപിടി എന്ന് പറയുന്നിടത്ത് CPM അടിപിടി ഉണ്ടാവത്തില്ലെങ്കിലും ഇവര് സമാധാനത്തിൽ ഇരിക്കും. ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ പൊതുവെ ആരോടും കാണിക്കത്തില്ല, പക്ഷെ അതിനകത്ത് പരസ്പരം നല്ല പോരായിരിക്കും. ഇത് പുറം ലോകം അറിയത്തില്ല. അപ്പൊ ഇതുവരെ പുകഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിക്കത്തില്ലേ? മധുര കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും എല്ലാം വിമർശനങ്ങൾ വന്നു. എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളിലെല്ലാം നല്ല രീതിയിൽ വിമർശനം വന്നു. പക്ഷെ ആ വിമർശനങ്ങളൊന്നും പിണറായി വിജയനിലേക്ക് വന്നില്ല. വളരെ ശരിയാണ് ആ പറഞ്ഞത്. സൂര്യനാണ്, ആ സൂര്യനിലേക്ക് ഒന്നും എത്തുകയില്ല. അതിന് മുമ്പേ ഇത് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ശരിയാണ്. പിണറായി വിജയനെ കുറിച്ച് ഒരു ഒറ്റയാൾ എതിരഭിപ്രായം പറഞ്ഞില്ല. ഒരു ജില്ലാ കമ്മിറ്റിയും പറഞ്ഞില്ല, ഒരു സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞില്ല. അതാണ് പിണറായി വിജയൻ. ആർക്കും ഒന്നും പറയാനില്ലാത്ത ഒരാൾ. മകൾ അഴിമതിയിൽ മുങ്ങിക്കുടിച്ച് നിൽക്കുമ്പോൾ, അദ്ദേഹം തന്നെ അഴിമതിയിൽ മുങ്ങിക്കുടിച്ച് നിൽക്കുമ്പോൾ ഇതാണ് സ്ഥിതി. പറയാൻ പേടിയാണ്. പണ്ട് സ്റ്റാലിൻ്റെ അവസ്ഥയിലേക്ക്, അതായത് പറഞ്ഞ സ്റ്റാലിൻ്റെ വിധാനത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥവത്തായിട്ട് തന്നെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇവരെ ആരെങ്കിലും ഇനി ഒന്ന് സംസാരിക്കണമെങ്കിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ ഗോപിയിലേക്ക് എന്നാലും വേണ്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടാകും. ആ സന്തോഷം ഇപ്പോൾ അവർ മസിൽ വീർപ്പിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്, മസിൽ പിടിച്ചായിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അവരുടെ സന്തോഷത്തിൻ്റെ ഒരു പ്രസാദ മാധുരി അവരുടെ മുഖത്ത് ആ സമയത്ത്. നിലമ്പൂരിലെ അവസാനത്തെ ഉറപ്പിച്ചിട്ടാണ് സ്വരാജ് എന്ന് പറയുന്ന അവസാനത്തെ ഉറപ്പിച്ചിട്ടാണ് CPM-ന്റെ. അതിലൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സ്വരാജ് മുമ്പും തോറ്റിട്ടുണ്ട്. പക്ഷേ സ്വരാജ് അല്ല തോൽക്കുന്നത്, അവിടെ പിണറായി വിജയനാണ് തോൽക്കുന്നത്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. പിണറായി വിജയനാണ് തോൽക്കുന്നത്. ആ തോറ്റു കഴിയുമ്പോൾ എതിരാളികളുടെ ക്യാമ്പും കുറച്ചുകൂടി ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. പിണറായി വിജയൻ അവസാനമായിട്ട് വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. അത് നമ്മൾ വായിച്ചെടുത്തില്ല ശരിക്കും. അദ്ദേഹം പറഞ്ഞത്, എനിക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടല്ലോ, പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളാണ്. പാർട്ടിയുമായിട്ട് അദ്ദേഹം പതുക്കെ സമീകരിച്ചു. താനാണ് പാർട്ടി. ഐ ആം ദ റൂളർ എന്ന് ഒളിവർ ക്രോംവെൽ ഇംഗ്ലണ്ടിൽ, ഐ ആം ദി ഗോഡ്, ഐ ആം ദ റൂളർ എന്നല്ല, ഐ ആം ദി ഗോഡ്, ഞാനാണ് ദൈവം ഇവിടുത്തെ, ഐ ആം ദി ലോ, ഞാനാണ് നിയമം, എനിക്ക് മീതെ ഒരു നിയമമല്ല, ഞാൻ തീരുമാനിക്കുന്നതാണ് നിയമം. ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ പറഞ്ഞതുപോലെയുള്ള വർത്തമാനങ്ങളാണ്. എന്നിട്ടോ സാധാരണഗതിയിൽ പാർട്ടിയെക്കുറിച്ച് ഡോക്യുമെൻ്ററി ആകാം, പക്ഷേ ആരും ഒരു വ്യക്തിയെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാറില്ല. അതുതന്നെയല്ലേ പിണറായി വിജയൻ VS അച്യുതാനന്ദനോട് പറഞ്ഞത്? ശംഖുമുഖത്തെ തിരമാലകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നോക്കൂ, ഇവിടെ തിരമാലകൾ ധാരാളമായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്, കടല് തെങ്ങോളം ഉയരത്തിൽ തിരമാലകളെ അയക്കുകയാണ്. പക്ഷേ കുട്ടിയുടെ കഥ പറഞ്ഞു, ആ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ടൊരു കുട്ടി ഈ തിരമാലകൾ കണ്ടു. തിരമാലകൾ കണ്ട് അവന് വളരെ ഇഷ്ടമായി. അവൻ അച്ഛനോട് പറഞ്ഞൊരു ബക്കറ്റ് എടുത്തിട്ട് അച്ഛ കുറച്ച് കടൽ വെള്ളം ഇങ്ങനെ. ആ കുട്ടി അതും കൊണ്ട് വീട്ടിൽ പോയി ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് ഒരു തിരമാലയും വരുന്നില്ല എന്ന് പറയുന്നത് പോലാണ് ബക്കറ്റിലെ വെള്ളത്തിൽ തിരമാലകൾ ഉണ്ടാവുകയില്ല, ഈ കടലിലെ തിരമാലകൾ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം പാർട്ടിയിൽ മാത്രമാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഒരു വ്യക്തിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തിയെ ആരും പ്രസ്ഥാനമാണ് വലുത്, അല്ലാതെ ബക്കറ്റിലെ വെള്ളമല്ല.
അച്യുതാനന്ദൻ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് വിഷണ്ണനായിട്ട്. അച്യുതാനന്ദനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് എന്ന് പറയുന്നത് പോലാണ് ഇപ്പോൾ പിണറായി വിജയൻ അതൊക്കെ മറന്നു. കമലഹാസനെ കൊണ്ടുവന്ന് തൻ്റെ ലെജൻഡറി, താനൊരു ലെജൻഡാണ് സ്ഥാപിക്കുക. പാർട്ടിയല്ല, പാർട്ടിയുടെ ചരിത്രമല്ല ഇവിടെ അനാവരണം ചെയ്യുന്നത്, മറിച്ച് തൻ്റെ ചരിത്രം, താൻ എങ്ങനെ വളർന്നു. അപ്പോൾ ആളുകൾക്കൊരു കമ്മ്യൂണിസം അല്പമെങ്കിലും അറിയാവുന്നവർക്കൊരു അബദ്ധധാരണ വരുമല്ലോ, അല്ലെങ്കിൽ അവർ തെറ്റാണെന്ന് തോന്നുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് അല്ല, അത് പാർട്ടിക്കകത്ത് തന്നെ ഈ തനി സഖാക്കൾ അല്ലെങ്കിൽ തനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ട്. ഒരുപക്ഷെ പ്രായമായവർ, അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായിയുടെ ഓളം പ്രായം ചെന്നവർ, ഇവരെയൊക്കെ ഉള്ളിലുണ്ട് എന്താണ് കമ്മ്യൂണിസം, എന്താണ് ഇതിൻ്റെ ആശയം എന്നുള്ള ഇദ്ദേഹം കാണിക്കുന്നതിനൊക്കെ. പക്ഷെ അവർക്കൊന്നും നാവ് പൊങ്ങുന്നില്ല, അത്ര തന്നെ പൊങ്ങുന്നില്ല. കാരണം ഇത്ര വലിയൊരു ലെജൻഡാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ ലെജൻഡാണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ അല്ലേ, കടലിലല്ലേ തിരമാലകൾ ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു കടലാവാൻ കഴിയും? ബക്കറ്റിലെ വെള്ളം. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏകദേശം ഭാവി നിർണയം മാറും. അപ്പൊ അതിനുശേഷം ഒരു പൊട്ടിത്തെറി അല്ല, അതിനു മുമ്പേ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഈ കടലിലല്ലേ തിരമാലകൾ വരുന്നത്, ബക്കറ്റിലല്ലല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ബക്കറ്റ് മാത്രമല്ലേ, അതിലെങ്ങനെ തിരമാലകൾ വരും? തന്നെ കുറിച്ച് ഡോക്യുമെന്ററി എടുക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ തിരമാലകളില്ലല്ലോ. അത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തന്നെ ആത്മപരിശോധന നടത്തേണ്ടതല്ലേ, സന്ദർഭമല്ലേ ഇത്? അതെ, ഈ പറഞ്ഞ AKG EMS നമ്പൂതിരിപ്പാടും അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതികായരായിട്ടുള്ള അത്രയും വലിയ നേതാക്കൾ നമ്മുടെ കേരള ചരിത്രത്തിലുള്ളപ്പം അവരുടെ ഒന്നും ഡോക്യുമെൻ്ററി ഇല്ല. അവർ ജീവിച്ചിരുന്ന സമയത്തോ മരണപ്പെട്ടപ്പോഴോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ അതിനേക്കാളും അപ്പുറമാണ്. അത് അവരാഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത്, അവർ പ്രസ്ഥാനമായിരുന്നു അവർക്ക്. അതെ, വ്യക്തിയല്ല. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. വ്യക്തി അല്ല പ്രധാനം, പ്രസ്ഥാനം. ഇവിടെ ഇപ്പോൾ എല്ലാം തലതിരിയുന്നുണ്ട്.